എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം വല്യമ്മയോട് ഗൗതം പറയുന്നുണ്ട്, ഞാൻ ഇതിനു മുമ്പ് എപ്പോഴും പറഞ്ഞ കാര്യം തന്നെ എനിക്ക് ഇനിയും പറയാനുള്ളൂ. ഏതായാലും വിവാഹത്തിനൊന്നും ഞാനില്ല എന്ന് പറയും. അന്നേരം വല്യമ്മ പറയുന്നുണ്ട്, അത് ഞാൻ സമ്മതിക്കത്തില്ല, ഈ വിവാഹം ഞാൻ നടത്തിയിരിക്കും, അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയുവാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, നീ ഇപ്പം എന്നും നന്ദയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്, നന്ദുമോൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും അങ്ങനെ സ്ഥിരമായി കണ്ടു കഴിയുമ്പം ഇനി അവളെ ഇങ്ങോട്ട് കൂട്ടണമെന്ന് നിനക്ക് തോന്നിയാലോ, നിൻ്റെ മനസ്സിലേക്ക് അവൾ ഇനിയും ഇടിച്ചു കയറിയാലോ, അത് സാധിക്കില്ല, അത് ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറയുവാണ്. അന്നേരം ഗൗതം പറയുന്നുണ്ട്, ഇതെന്തൊക്കെയാണ് വല്യമ്മയെ പറഞ്ഞു കൂട്ടുന്നത്, ഞാനും നന്ദിയും ഇനി ഒന്നിക്കാനോ, അത് വെറും സാങ്കല്പികമായ ഒരു കഥ മാത്രമാണ്, ആ കഥയുടെ പേരിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അതൊരിക്കലും നടക്കില്ല എന്ന് പറയും. അന്നേരം വല്യമ്മ പറയുവാണ്, ഇനിയിപ്പം നന്ദിയും നീയും തമ്മിലുള്ള ഒരു ബന്ധം എന്നത് സാങ്കല്പികമായിട്ട് തന്നെ അങ്ങ് ഇരുന്നോട്ടെ, പക്ഷേ പിങ്കിയും നീയും തമ്മിലുള്ള വിവാഹം അത് സാങ്കല്പികമായിട്ടുള്ള ഒരു വിവാഹമായിട്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, നിങ്ങളുടെ വിവാഹം നടക്കണം, അത് നടന്നേ പറ്റുള്ളൂ എന്ന് പറയും. എന്നിട്ട് പറയുവാണ്, ഭയങ്കര വിഷമത്തോടെ ഗൗതത്തിനോട് പറയുവാണ്, ആ പിങ്കിമോൾ എന്ത് മാത്രം നരകിച്ചാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് നീ ഓർത്ത് നോക്കിയാൽ അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടോ? ഈ കുടുംബത്തിലോട്ട് കയറിയപ്പോൾ തൊട്ട് അവൾക്ക് സങ്കടങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. നിന്നെ പിങ്കിമോളെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു, എന്നിട്ടും മോൾക്ക് നിന്നെ ലഭിച്ചില്ല, പിന്നെ അർജുനെയാണ് വിവാഹം കഴിക്കേണ്ടി വന്നത്. എന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കരടാകാതിരിക്കാൻ മോള് അർജുനെ സ്നേഹിച്ചു തുടങ്ങിയതാണ്. ചെറുപ്രായത്തിൽ അവനെയും ഈശ്വരൻ തിരിച്ചു വിളിച്ചു, മോള് വിധവയായി. അതിനുശേഷം ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ നമുക്ക് വേണ്ടി എന്തൊക്കെ സഹകരിച്ചു എന്ന് നിനക്കറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി പറയുവാണ്, നിനക്ക് വേണ്ടിയാണ് അത്രയും വലിയൊരു ത്യാഗം പിങ്കിമോള് ചെയ്തത്. നിങ്ങളുടെ രണ്ടുപേരുടെയും കുഞ്ഞിനെ ഉദരത്തിൽ കൊണ്ട് നടന്ന് പ്രസവിച്ച ആളാണ് പിങ്കി. അത്രയും വലിയ ത്യാഗം അവൾ ചെയ്തില്ലേ, എന്നിട്ടും ഇപ്പോഴും ചെയ്യുന്ന ത്യാഗമൊന്നും നിനക്കറിയാൻ പാടില്ലേ? നിനക്ക് നന്ദുവിന് കിട്ടാൻ വേണ്ടിയല്ലേ ഒരു സാങ്കല്പിക വിവാഹത്തിന് പിങ്കിമോള് തയ്യാറായത്? എന്നിട്ടും നിന്നോടൊപ്പം ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി അവൾ മുന്നോട്ട് ജീവിക്കുന്നില്ലേ? അതൊക്കെ നിനക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുമോ? പിങ്കിമോളെ അങ്ങനെ കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ പോലും പൊറുക്കില്ല എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത്. അങ്ങനെ കുറേ വിശദീകരിച്ച് ഇങ്ങനെ പറഞ്ഞ് ഗൗതത്തിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി അവർ ശ്രമിക്കുവാണ്. അന്നേരം ഗൗതം പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉടനെ നടക്കുന്നതല്ല. നന്ദ മരിച്ചുപോയി എന്ന് കരുതിയാണ് അന്ന് ഞാനും പിങ്കിയും തമ്മിലുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തത്. പക്ഷേ നന്ദ ജീവനോടെ വന്ന സ്ഥിതിക്ക് എൻ്റെ നിയമപരമായ ഭാര്യ ഇപ്പോഴും നന്ദ തന്നെയാണ്. അതുകൊണ്ട് നന്ദയിൽ നിന്ന് ഡിവോഴ്സ് നേടിയാൽ മാത്രമേ ഇനി പിങ്കിയുമായിട്ടുള്ള ഒരു ജീവിതത്തിനോ അല്ലെങ്കിൽ ഒരു വിവാഹത്തിനോ സാധ്യതയുള്ളൂ. അത് നേടിയെടുക്കണമെങ്കിൽ അല്പം സമയം വേണ്ടിവരും, കുറഞ്ഞത് ഒരു 6 മാസമെങ്കിലും വേണ്ടിവരും. അതിനുശേഷം വിവാഹത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പെങ്കിലും നിങ്ങൾ എനിക്ക് താ എന്നൊക്കെ ഗൗതം പറയുവാണ്. അന്നേരം വല്യമ്മ പറയുന്നുണ്ട്, ഓക്കെ, നീ ഈ പറഞ്ഞ വാദം ഞങ്ങൾ അംഗീകരിച്ചു, പക്ഷെ വേറൊരു ഡിമാൻഡ് ഞങ്ങൾക്കുണ്ട് എന്ന് പറയും. അന്നേരം ഗൗതം ചോദിക്കും, അതെന്താണെന്ന്. അന്നേരം വല്യമ്മ പറയുവാണ്, നാളെ കഴിഞ്ഞാണ് നീയും പിങ്കിയും തമ്മിലുള്ള സാങ്കല്പിക വിവാഹത്തിൻ്റെ വിവാഹ വാർഷികം. അത് നമുക്കിവിടെ നന്നായിട്ട് ആഘോഷിക്കണം എന്ന് പറയുവാണ്. അന്നേരം അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വല്യമ്മ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമുണ്ട്. ഇനിയിപ്പം ആ നന്ദ തിരിച്ചു വന്ന സ്ഥിതിക്ക് അവൾക്ക് ഇങ്ങോട്ട് തിരിച്ചു കയറാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതിനി നടക്കുകയില്ല എന്ന് അവളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഞങ്ങളിത് നടത്താൻ തീരുമാനിച്ചത് എന്ന് പറയുവാണ്. അന്നേരം ഗൗതം മനസ്സിൽ ഓർക്കുന്നുണ്ട്, നിർമ്മലും നന്ദയും കൂടെ ഒരുമിച്ച് നിന്ന് ആ ഒരു സീനുണ്ടല്ലോ, ചേർന്ന് നിന്നേ ആ ഒരു സീനും. അത് കഴിഞ്ഞ് നന്ദയുടെ വീട്ടിൽ ചെന്നപ്പം ആ വീട്ടുടമസ്ഥൻ നിർമ്മലിനെ കുറിച്ച് ചോദിച്ചതും, ഹസ്ബൻഡ് ഡ്രൈവറായ സ്ഥിതിക്ക് സ്നേഹിച്ച് കല്യാണം കഴിച്ചതായിരിക്കുമല്ലേ ഡോക്ടറിനെ എന്നൊക്കെ ചോദിച്ചല്ലോ, അതെല്ലാം ഇങ്ങനെ മനസ്സിലോട്ട് വരുവാണ്. അന്നേരം ഗൗതം ഓർക്കുവാണ്, അവൾ എന്നോട് ചെയ്ത ചതിക്ക് ഇത്രയെങ്കിലും അവൾക്ക് ഞാൻ തിരിച്ചു കൊടുക്കണം. ഏതായാലും ഈ വിവാഹ വാർഷികത്തിന് അവളിവിടെ വരണം, എന്നിട്ട് ഞങ്ങളുടെ ആഘോഷം അവൾ കണ്ണ് നിറച്ചങ്ങ് കാണണം, എന്നിട്ട് അവളുടെ മനസ്സ് നീറണം, അങ്ങനെയെങ്കിലും എനിക്ക് അവളോട് പ്രതികാരം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിൽക്കുവാണ് ഗൗതം. അന്നേരം അവർ ചോദിക്കുന്നുണ്ട്, എന്താ ഗൗതം മോനെ, നീ എന്തിനാ ഇതിന് മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, നമുക്കിത് ആഘോഷമാക്കണം എന്ന് പറയുമ്പം ഇനി നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നോട് ചോദിക്കും. അന്നേരം ഗൗതം പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എതിർത്തിട്ടും കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് നടത്തണം നിർബന്ധമല്ലേ, നിങ്ങൾ അങ്ങ് നടത്തിക്കൂ എന്ന് പറയുന്നു. രണ്ടെണ്ണത്തിനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ലക്ഷ്മിക്ക് എന്തോ ഭയങ്കര വൈരാഗ്യമാണ് നന്ദയോട്. പിങ്കി എന്തോ പൊട്ടി വീണ ഭയങ്കര നന്മകളുള്ളൊരു സ്ത്രീയായിട്ടാണ് ലക്ഷ്മി പറഞ്ഞു വെക്കുന്നത്. ഏതായാലും വല്യമ്മയും ലക്ഷ്മിയും കൂടെ
പിങ്കിയുടെ അടുത്തോട്ട് ചെല്ലുവാണ്. അപ്പോൾ പിങ്കി മോന് പാല് കൊടുക്കാൻ വേണ്ടി പോവുമായിരുന്നു. അന്നേരം പിടിച്ച് നിർത്തും. എന്നിട്ട് പറയുന്നുണ്ട്, മോൾക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അടുത്ത ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമോ എന്ന് ചോദിക്കുമ്പം അതറിയാമെന്ന് പിങ്കി പറയും. അന്നേരം ലക്ഷ്മി പറയും, പിങ്കി മോൾ അതൊന്നും മറക്കുകയില്ല എന്ന്. എങ്കിൽ അത് നമ്മളിവിടെ ആഘോഷിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷമായിട്ട് തന്നെ ഇവിടെ നടത്താൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോഴേക്കും പിങ്കിയുടെ മുഖം അങ്ങ് മങ്ങുവേ. അന്നേരം ലക്ഷ്മി ചോദിക്കും, എന്താ മോളുടെ മുഖം മങ്ങിയത്? എനിക്കറിയാം, ഗൗതം സമ്മതിക്കുമോ എന്ന് ഓർത്തല്ലേ എന്ന് ചോദിക്കും. അന്നേരം വല്യമ്മ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട, ഞങ്ങളതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അവൻ്റെ സമ്മതവും ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ്. ഇപ്പം എല്ലാ ദിവസവും നന്ദുമോൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഗൗതമും നന്ദയും കൂടി കാണുന്നുണ്ട്. അവളൊരു വിളഞ്ഞ വിത്തായതുകൊണ്ട് തന്നെ ഇനിയും ഗൗതത്തിൻ്റെ മനസ്സിലേക്ക് ചിലപ്പം ഇടിച്ചു കയറിയേക്കാം. അങ്ങനെ ഒരു അവസരം ഇനി നമ്മൾ അവൾക്ക് കൊടുക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ വിവാഹ വാർഷികം നടത്തണം. അത് കാണാൻ വേണ്ടി അവൾ ഇവിടെ വരികയും ചെയ്യണം. അത് കണ്ടു കഴിയുമ്പം അവളുടെ മനസ്സിൽ ശകലമെങ്കിലും പ്രതീക്ഷ ഇനി ഗൗതത്തെക്കുറിച്ചുണ്ടെങ്കിൽ അതില്ലാതാകണം. അതിനു വേണ്ടിയാണ് നമ്മളിത് നടത്താൻ തീരുമാനിച്ചത് എന്നൊക്കെ പറയും. എന്നിട്ട് പിങ്കിയോട് പറയും, നന്ദനെ വിളിക്കണമെന്ന്. എന്നിട്ട് പിങ്കി പറയും, ഞാൻ വിളിച്ചാലും നന്ദ വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം വല്യമ്മ പറയുന്നുണ്ട്, ആ ഒരു കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും നീ ഇങ്ങോട്ട് പറയണ്ട. നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നന്ദ ഇവിടെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് വിളിച്ചു വരുത്തിയേ പറ്റുള്ളൂ. എന്നിട്ട് അവൾ നിങ്ങളുടെ വിവാഹ വാർഷികവും നിങ്ങളുടെ സന്തോഷ നിമിഷവും ഒക്കെ കണ്ട് ഇങ്ങനെ ഉരുകി നിൽക്കണം. അത് കണ്ട് എനിക്കും ലക്ഷ്മിക്കും ഒക്കെ സന്തോഷിക്കണമെന്ന് വല്യമ്മ പറയുവാണ്. അന്നേരം ലക്ഷ്മിയും പറയുന്നുണ്ട്, അതേ മോളെ, എങ്ങനെയെങ്കിലും അവളെ ഇവിടെ വിളിച്ചു വരുത്തണം. എന്നിട്ട് നിങ്ങളുടെ ഈ വിവാഹ വാർഷികം കാണുമ്പം അവളുടെ നെഞ്ചൊന്ന് പെടയൂല, അത് ഞങ്ങൾക്ക് കാണണം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ ആപത്ത് എന്നേക്കുമായി ഒഴിവായി പോകണം എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത്. അന്നേരം അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് പിങ്കി. എന്നിട്ട് പിങ്കി, ഞാൻ ശ്രമിക്കാമെന്ന് പറയുമ്പം വല്യമ്മ പിന്നെയും പറയുവാണ്, ശ്രമിക്കാമെന്നല്ല, സാധിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും നീ സാധിക്കണം, നിന്നെക്കൊണ്ട് പറ്റൂ എന്ന് പറയുവാണ്. പിന്നെ കാണിക്കുന്ന ഗൗതത്തെയാണ്. ഗൗതം കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നേക്കും ഗൗതത്തിൻ്റെ യൂണിഫോം ഒന്നും കാണില്ല. അത് അന്വേഷിച്ച് ഹാളിലോട്ട് വരുവാണ്. ലക്ഷ്മിയേനെയും പിങ്കിയേനെയും ഒക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ അവരാരും കണ്ടില്ലെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ തൊപ്പിയും യൂണിഫോമൊന്നും കണ്ടില്ല, ഇനിയിപ്പോൾ അത് ആര് കൊണ്ടുപോയി എന്ന് ചോദിക്കുന്നതേക്കും അങ്ങോട്ടേക്ക് മോഹിനി വരും. അപ്പം മോഹിനി ചോദിക്കുന്നുണ്ട്, സ്വന്തം തൊപ്പിയും യൂണിഫോമും സൂക്ഷിക്കാൻ കഴിയാത്ത നീയാണോ ഈ സിറ്റി മൊത്തം നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ച് കളിയാക്കുക. അന്നേരം ഗൗതം പറയുന്നുണ്ട്, അത് ഞാൻ മനഃപൂർവ്വം കൊണ്ട് കളഞ്ഞതൊന്നും അല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നതേക്കും പുറകിൽ നിന്ന് ലാത്തിയും പിടിച്ചുകൊണ്ട് നമ്മുടെ നന്ദുമാൻ യൂണിഫോം ഇട്ടുകൊണ്ട് വരുവാണ്. അന്നേരം എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഒരു കുഞ്ഞു കുസൃതിയാണല്ലോ. അന്നേരം യു ആർ അണ്ടർ അറസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഗൗതത്തോട്. അന്നേരം ഗൗതം, എടാ കള്ള, നീയാണോ എൻ്റെ യൂണിഫോം എടുത്തുകൊണ്ട് പോയത് എന്ന് ചോദിച്ചിങ്ങനെ പറയുമ്പം മോഹിനി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കുസൃതിയായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഇതൊക്കെ മുളയിലേ നുള്ളേണ്ട കാര്യങ്ങളാണ്, വെറുതെ കുസൃതിയാണ് എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണ്ടായെന്നൊക്കെ പറയും. അന്നേരം ഗൗതം പറയുന്നുണ്ട്, ഇത് കുട്ടികൾ ചെയ്യുന്ന ഒരു വികൃതിയല്ല, അത് ആ രീതിയിൽ കണ്ടാൽ പോരെന്ന് ചോദിക്കുമ്പം പിങ്കിയും പറയുന്നുണ്ട്, കുട്ടികളുടെ വികൃതികൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇളയമ്മയെന്ന് മോഹിനിയോട് പറയുക. അപ്പം മോഹിനി പറയും, ആയിക്കോട്ടെ, ഇത് കുസൃതിയായിട്ട് തന്നെ കണ്ടോ. കുറേ ദിവസം കഴിയുമ്പം ചിലപ്പോൾ നിൻ്റെ റിവോൾവർ എടുത്തായിരിക്കും മറ്റുള്ളവരെ നേരെ ചൂണ്ടുന്നത്. അന്നേരം വെടി പൊട്ടിക്കഴിഞ്ഞും പറയണം അതൊരു കുസൃതിയാണ് എന്ന്, എങ്കിലേ ശരിയാവുള്ളൂ എന്ന് പറയും. അന്നേരം എല്ലാവർക്കും ഒരു ചെറിയ ടെൻഷൻ ആവുന്നുണ്ട്. അന്നേരം നന്ദുമോൻ ചോദിക്കുവാണ്, ഇങ്ങനെയുള്ളവരാണോ അച്ഛാ ക്രിമിനൽ? അങ്ങനെ ഞാൻ പോലീസ് ആവുകയാണെങ്കിൽ ഈ മുത്തശ്ശി ആദ്യം പിടിച്ച് ജയിലിലിടുമെന്ന് പറയും. മോഹിനിയുടെ സ്വഭാവമല്ലേ, മോഹിനിക്ക് അത് തീരെ ഇഷ്ടപ്പെടുകയില്ല. അന്നേരം നന്നായിട്ടങ്ങ് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക, അടുത്തത് റിവോൾവർ ആയിരിക്കും എടുക്കുന്നത്, അന്നേരം ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു. ഏതായാലും ആ സന്ദർഭത്തെ അങ്ങ് ലൈറ്റാക്കി കാണുവാണ് രണ്ടുപേരും ഒരു കുസൃതി എന്നുള്ള രീതിയിൽ. പിന്നീട് ഗൗരിയാണ് കാണിക്കുന്നത്. ഗൗരി രാവിലെ ഭയങ്കര എക്സസൈസും കാര്യങ്ങളൊക്കെയാണ്. അന്നേരം നന്ദ വന്നിട്ട് ചോദിക്കും, ഇന്ന് എന്ത് പറ്റി, ഭയങ്കര എക്സസൈസും ഒക്കെ ആണല്ലോ എന്ന് ചോദിക്കുമ്പം, അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ചിട്ടയോടെ ചെയ്യണം, ഞാനൊരു പോലീസ് ഓഫീസർ ആകാനുള്ളതാണ്. അപ്പം പോലീസ് ഓഫീസർമാർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യനിഷ്ഠ വേണമെന്ന് പറയുമ്പോൾ, അപ്പോൾ ഡോക്ടറിന് വേണ്ടേന്ന് ചോദിക്കും. അന്നേരം എൻ്റെ അമ്മ, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് സമ്മതിച്ച് തന്നോർത്ത് അമ്മയ്ക്ക് എന്താ കുഴപ്പം, അമ്മ ചുമ്മാ എന്നോട് വഴക്കുണ്ടാക്കാൻ വരരുതേന്ന് പറയും. എന്നിട്ട് പറയുവാണ്, അമ്മേ, എനിക്കാണെങ്കിൽ നന്ദുവിൻ്റെ പപ്പയെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി, അതുപോലൊരു പപ്പ മതിയായിരുന്നു എനിക്കല്ലേ. ശരിക്കും നന്ദുവിൻ്റെ പപ്പ തന്നെയാണ് എൻ്റെയും എങ്കിൽ എന്ത് സന്തോഷമായേനെ. ഞാനും അമ്മയും അതുപോലെ നന്ദുവിൻ്റെ പപ്പയും നന്ദുവും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു വീട്ടിൽ സന്തോഷത്തോടെ കഴിയായിരുന്നു എന്ന് ഗൗരിമോള് പറയുവാണ്. അന്നേരം കേൾക്കുന്ന നന്ദയ്ക്ക് സങ്കടമാകുന്നുണ്ട് കേട്ടോ. അന്നേരം നന്ദ തിരിച്ചു ചോദിക്കുവാണ്,
അപ്പോൾ നന്ദുവിൻ്റെ അമ്മ എന്ത് ചെയ്യുമെന്ന് അന്നേരം അയ്യോ ആ കാര്യം ഞാൻ ഓർത്തില്ല എന്ന് പറയുമ്പം ഗൗരി പറയുന്നുണ്ട്, നന്ദു പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് മോള് തല ഇങ്ങനെ പുകയ്ക്കണ്ട, പോയിരുന്ന് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കുക എന്ന് പറഞ്ഞങ്ങ് വിടുവാണ്. ഈ സമയം നമ്മുടെ പിങ്കി ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ആലോചിക്കുവാണ് വല്യമ്മയും ലക്ഷ്മിയും ഒക്കെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ. ആ ആപത്തിനെ എന്നേക്കുമായിട്ട് ജീവിതത്തിൽ നിന്ന് അങ്ങ് മാറ്റണം എന്നാണല്ലോ ലക്ഷ്മി പറഞ്ഞേക്കുന്നത്. അത് കേട്ടുകൊണ്ട് പിങ്കി നന്ദനെ വിളിക്കുവാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി കാല് പിടിച്ച് കരഞ്ഞിങ്ങോണ്ട് കൊണ്ടുവന്ന നന്ദനെ വീണ്ടും അങ്ങോട്ട് വിളിക്കുവാണ്. ഇനിയിപ്പം നന്ദുമോൻ്റെ കാലൊക്കെ സുഖമായി തുടങ്ങി, നന്ദ ഇതെല്ലാം കണ്ട് എന്നേക്കുമായി ഒഴിവായി പോകണം എന്നൊരു രീതി പിങ്കിക്കും ഉണ്ട്. ഏതായാലും പിങ്കി ഫോൺ വിളിക്കുമ്പം നന്ദ ഫോൺ എടുക്കുന്നു. എന്നിട്ട് ചോദിക്കുവാണ്, എന്താ പിങ്കി, നന്ദുമോൻ ഓക്കെ അല്ലേ, അവനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അന്നേരം അവന് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ വിളിച്ചത് വേറൊരു കാര്യത്തിനാണ് എന്ന് പറയും. എന്താണ് എന്ന് നന്ദ ചോദിക്കുമ്പം പിങ്കി പറയുവാണ്, അടുത്ത ദിവസം ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, നന്ദയും മോളും പങ്കെടുക്കണമെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് എന്നങ്ങ് പറയുക കേട്ടോ പിങ്കി. അന്നേരം നന്ദ ചോദിക്കുമ്പോൾ അവിടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ എന്ന്. അന്നേരം ബർത്ത്ഡേ ഒന്നുമല്ല, അടുത്ത ദിവസം എൻ്റെയും ഗൗതത്തിൻ്റെയും വിവാഹ വാർഷികമാണ് എന്ന് പറയുമ്പോഴേക്കും നന്ദയ്ക്ക് ഭയങ്കര സങ്കടമാകും. നന്ദയുടെ മനസ്സിലൂടെ ഗൗതമും നന്ദയും കൂടെ ഉള്ള കുറേ നല്ല നിമിഷങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കൂടെ പോവുകയാണ്. എന്നിട്ട് അതോർത്തിങ്ങനെ ആകെ ഒരു ഷോക്കിംഗ് ന്യൂസ് കേട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയില്ല, അതുപോലെ നിൽക്കുന്ന നന്ദയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.